നെടുങ്കണ്ടം മിറാക്കളിൽ ഇന്ദ്രജിത്തും. മോഹൻലാൽ നായകനായി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന നെടുങ്കണ്ടം മിറാക്കൾ എന്ന ചിത്രത്തിൽ ഇന്ദ്രജിത്തും. ചിത്രത്തിൽ നിർണായക വേഷത്തിലാണ് ഇന്ദ്രജിത്ത് എത്തുന്നത്. ആസിഫ് അലിയാണ് മറ്റൊരു പ്രധാന താരം. നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലിനൊപ്പം ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. ചോട്ടാ മുംബൈ, ഫ്ലാഷ്, ബാബ കല്യാണി, 2020, റാം, രസം, ലൂസിഫർ, എമ്പുരാൻ എന്നീ ചിത്രങ്ങളാണ് അഭിനയിച്ചത്. നവാഗതനായ കിരൺ ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കുകയാണ് ഇന്ദ്രജിത്ത്. ഈ ചിത്രത്തിൽ ഇന്ദ്രജിത്തിന്റെ ഭാര്യവേഷം അവതരിപ്പിക്കുന്നത് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതന്റെ ഭാര്യ സുജിന ശ്രീധരനാണ്. മകന്റെ വേഷത്തിൽ സന്ദീപ് പ്രദീപാണ്. സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ, ലിജോ പല്ലിശ്ശേരിയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം ദിൽകാഷി എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന ഇന്ദ്രജിത്ത് ചിത്രങ്ങൾ. ഇന്ദ്രജിത്തിന്റെ 100ാം സിനിമയായ കാലന്റെ തങ്കക്കുടം ചിത്രീകരണ ഘട്ടത്തിലാണ്. പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരുങ്ങുന്ന ജയ് ഹനുമാൻ എന്ന ചിത്രത്തിലും ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നുണ്ട്. ഋഷഭ് ഷെട്ടി ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്ന ചിത്രം തെലുങ്കിലെ പ്രമുഖ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സാണ് നിർമ്മിക്കുന്നത്. തെലുങ്കിൽ ഇന്ദ്രജിത്ത് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ജയ് ഹനുമാൻ. 2009 VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന കാവ്യ സ്ലേറിയാണ് ഇന്ദ്രജിത്തിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രം. ഇന്ദ്രജിത്ത് അഭിനയിക്കുന്നുണ്ട്. ഋഷഭ് ഷെട്ടി ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്ന ചിത്രം തെലുങ്കിലെ പ്രമുഖ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സാണ് നിർമ്മിക്കുന്നത്. തെലുങ്കിൽ ഇന്ദ്രജിത്ത് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ജയ് ഹനുമാൻ. 2009 VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന കാവ്യ സ്ലേറിയാണ് ഇന്ദ്രജിത്തിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രം.